ജയിലറിന് ശേഷം ചേട്ടൻ ചെയ്യുന്നൊരു പടമാണ്. ചേട്ടൻ അതിനകത്ത് അൾട്ടിമേറ്റ് വില്ലൻ ആയിരുന്നു. അപ്പം അതിന് ശേഷം ചെയ്യുന്നൊരു മൂവിയാണ്. അപ്പോൾ പെട്ടെന്ന് ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്കിത് ചെയ്യണം എന്ന് തോന്നിയൊരു സാധനം. ഞാൻ ഗോവയിലായിരുന്നു. അങ്ങനെ ഡയറക്ടറും പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ലാസ്റ്ററും കൂടി വന്നിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് ഒരു 1-2 ചോദ്യങ്ങൾ ആവശ്യം ഉണ്ടായുള്ളൂ. അപ്പോൾ ചോദിച്ചപ്പോൾ ഇങ്ങനെയുണ്ട് ചേട്ടാ, ഇയാൾ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെയാണ് ഈ പടത്തിലോട്ട് വന്നത്. ഞാൻ സ്ക്രിപ്റ്റ് ഇതുവരെ ഒരു പടത്തിൻ്റെ സ്ക്രിപ്റ്റ് കേട്ടിട്ടില്ല. എൻ്റെ സിനിമാ ജീവിതം തീരണത് വരെ ഞാനൊരു സ്ക്രിപ്റ്റ് കേൾക്കൂല എന്നുള്ള നിയമം എൻ്റെ ഈ ആക്ടിങ് ബിസിനസ്സിലുണ്ട്. ഒരിക്കലും സ്ക്രിപ്റ്റ് കേൾക്കില്ല. എൻ്റെ ഏരിയ അല്ല അത്. തീരുമാനിക്കുന്നത് മാധവന് കാലിൽ ആണിരോഗമുണ്ടോ, മാധവന് ഗ്യാസിൻ്റെ ട്രബിൾ ഉണ്ടോ, ഇതൊക്കെയാണ് എൻ്റെ ചോദ്യങ്ങൾ അല്ലേ. ഒരു 50 വയസ്സായ ഒരാൾക്ക് എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. നടന്നു പോകുമ്പോൾ എങ്ങനെ നടക്കണം, ഇതൊക്കെയാണ് ചോദ്യം. അത് എനിക്ക് ക്ലിയറായിട്ട് ഇവർ എന്നോട് പറഞ്ഞിരുന്നു. ഞാനത് സ്ക്രിപ്റ്റല്ലേ കഥ ഇവർ പറയുമ്പോൾ തന്നെ എനിക്കത് ഓക്കെ ആയിരുന്നു. മറ്റേ കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല, ഒരിക്കലും ഇടപെട്ടില്ല. ചേട്ടാ ഇതിൽ ഡാൻസ് സീക്വൻസ് ഒക്കെ ഉണ്ടോ? അപ്പം മാന്ത്രികത്തിലെ മൈക്കിൾ ജാക്സൺ, ഞാൻ എൻ്റെ സ്കൂൾ ഡേയ്സിൽ മാന്ത്രികത്തിലെ മൈക്കിൾ ജാക്സൺ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കളിയാക്കണേ നല്ല സത്യമായിട്ട് ഇഷ്ടമായിരുന്നു. അപ്പോൾ അപ്പം 2 ധ്രുവങ്ങളിലുള്ള ക്യാരക്ടേഴ്സ് ആണല്ലേ? അത് വെരി സിമ്പിൾ. അത് അത്യാവശ്യം ഫെയർ ആയിട്ടുള്ള ഒരാളാണ് സുരാജ്. ഇത്തിരി ഡാർക്കായിട്ടുള്ള ഒരാളാണ് ഞാൻ. തെക്ക് വടക്ക്, അത്രേ ഉള്ളൂ. മാധവൻ എന്ന ക്യാരക്ടർ ഒരുപാട് ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ചേട്ടൻ്റെ പേഴ്സണൽ ലൈഫിൽ ഒട്ടും ഇഷ്ടമല്ല ഫുഡ് എന്ന് പറഞ്ഞാൽ. ആ ടൈം, ആ കഴിക്കുന്ന ടൈം ലോകത്തെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ടൈം എന്ന് വിചാരിക്കുന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഫുഡ്. ഭക്ഷണം ആരോഗ്യത്തിന് വേണ്ടിയുള്ള ഭക്ഷണം മാത്രം കഴിക്കുള്ളൂ. ദാൽ റൈസ്, പ്രോൺസ് ഫ്രൈ ഫേവറേറ്റ് ആണ്. എന്നും എവിടെ ചെന്നാലും ദാൽ റൈസ് പ്രോൺസ്